നമുക്ക് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകൾ PSC നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ അതായത് വ്യവസായിക പരിശീലന വകുപ്പിൽ നമുക്ക് ടീച്ചർ ആയിട്ടുള്ള പോസ്റ്റാണ്. ITI ടീച്ചിങ് പോസ്റ്റ് ആയിട്ടുള്ളതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിൽ ഒരു ട്രേഡ് ആണ് ഇലക്ട്രോണിക് മെക്കാനിക്. ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഈ അടുത്ത് തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ TEPS, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം പിന്നെ മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, അതൊക്കെ ഇപ്പൊ വിളിച്ചിട്ടുള്ള പരീക്ഷകളാണ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സിലബസിൽ പറയുന്ന പോർഷൻസിൽ ഒരു ഒട്ടുമിക്ക പോർഷൻസും നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷനും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വെബിനാർ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസും എങ്ങനെ നമ്മൾ പഠിക്കണം, എന്തൊക്കെ നമ്മൾ റെഫറൻസ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അപേക്ഷിക്കാനായിട്ടുള്ള, നിങ്ങൾക്ക് പോർട്ടൽ വഴി ഇപ്പൊ അപേക്ഷിക്കാനായിട്ടുള്ള ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പോയിട്ട് നമ്മളുടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. 31-ാം തീയതി, ഈ മാസം ജനുവരി 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേയിലേക്കൊന്നും വെക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അതിനെല്ലാത്തിനും നിങ്ങൾ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക, മറന്നു പോവാതെ. ഈ ലാസ്റ്റ് ഡേയിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ PSCയുടെ സൈറ്റ് ജാം ആവാനൊക്കെ ആയിട്ടുള്ള, എല്ലാവരും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഡേയിലേക്കൊന്നും വെക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരിക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കും. പിന്നെ മുന്നേ ഇതിന് സിലബസ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് 2017 കണ്ടക്ട് ചെയ്തതല്ല, നോട്ടിഫിക്കേഷൻ വന്നത് 2017-ലും എക്സാമിനേഷൻ നടത്തിയത് 2018-ലും ആയിരുന്നു. അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതായിരുന്നു. അതിനുശേഷം 2019-ൽ ഒരു NCA പബ്ലിക്കേഷനും കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു NCA വിജ്ഞാപനം കൂടി ഉണ്ടായിരുന്നു. SC ST കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് ഈ സെയിം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിലേക്ക് ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ട്. 2019 ഡിസംബറിലായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അതിന്റെ പരീക്ഷ എനിക്ക് തോന്നുന്നു പോയ വർഷം ജൂൺ മാസത്തിലായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതിന് ഷോർട്ട് ലിസ്റ്റ് മാത്രമായിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇനിയും പബ്ലിഷ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി സിലബസ് ഒക്കെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തത് കൊണ്ട് സിലബസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസ് ഒരു എക്സാമിനേഷന്റെ 3 മാസം മുന്നേ ഒക്കെ പബ്ലിഷ് ചെയ്യുള്ളൂ. ഇപ്പൊ നിലവില് ഈ 2023-ല് PSC അനൗൺസ് ചെയ്തിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ടെന്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഇപ്പൊ നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് ഈ ഒരു പരീക്ഷ നടത്താനായിട്ട് PSC ഉദ്ദേശിച്ചിരിക്കുന്നത് സെപ്റ്റംബറിന്റെയും നവംബറിന്റെയും ഇടയിലാണ്. സെപ്റ്റംബർ മുതൽ നവംബർ മാസത്തിന്റെ ഇടയിലുള്ള ഒരു ഡേറ്റിലാണ് PSC നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആ ഒരു സമയത്തോടു കൂടി നമ്മൾ റിവിഷൻ അടക്കം കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ഓൾറെഡി നമുക്ക് സിലബസ് പഴയത് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. PSC പബ്ലിഷ് ചെയ്തതിന് ശേഷം, സിലബസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചെത്താത്തുള്ള ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ ഏതാണ് ബേസ് നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ്, ട്രേഡ്സ്മാൻ പോസ്റ്റ്, അതൊക്കെ ആ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ PSC ഇപ്പൊ റെഫർ ചെയ്യുന്നത് നമ്മുടെ നിമി പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ്. അപ്പൊ ഇത് ITI-ല് ഈ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത്
ഈ ഒരു ബുക്കിനെ, ഈ ഒരു പബ്ലിക്കേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് 2 വർഷത്തെ കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് കിട്ടാവുന്നിടത്തോളം MCQs ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ പഠനവും ആ ഒരു സ്റ്റഡി പ്ലാനും ഒക്കെ നമുക്ക് അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെബിനാർ സെഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ, എക്സാമിനേഷൻ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലേക്ക് വിവിധ ട്രേഡുകളിലായിട്ട് കുറെ നോട്ടിഫിക്കേഷൻസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് ഇലക്ട്രോണിക്സുകാരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെഡിക്കൽ ഇലക്ട്രോണിക്സോ കൺസ്യൂമർ ഇലക്ട്രോണിക്സോ അങ്ങനെയൊക്കെ നമുക്ക് വേറെ ഏതൊക്കെയോ പോസ്റ്റുകൾ, അതുപോലെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ ഈ ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ പോസ്റ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് ടോപ്പിക്കുകളും കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 656/2023 ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നമ്മളുടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി സബ്മിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ജോലി കിട്ടാൻ പോകുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്. ITIകളിലായിരിക്കും നമുക്ക് പോസ്റ്റ്. ടീച്ചിങ് ആണ്, ടീച്ചിങ് പോസ്റ്റ് ആണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്നുള്ളത്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുകയാണെങ്കിൽ 37,400 രൂപ ബേസിക്, 79,000 രൂപ വരെയാണ് അതിന്റെ അപ്പർ ലിമിറ്റ് വരുന്നത്. അപ്പൊ നല്ല തരക്കേടില്ലാത്ത ഒരു സ്കെയിൽ ഓഫ് പേ നമുക്ക് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ടീച്ചിങ് ജോബ് പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക്, കാരണം നമുക്ക് നല്ലൊരു പൊസിഷനാണ്. നമ്മളൊരു ടീച്ചർ എന്നുള്ള ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മോണിറ്ററി ബെനിഫിറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളുടെ ജോലി വൈസ് ആയിട്ടാണെങ്കിലും ഒക്കെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത്. ഇനി അതില് ഇപ്പൊ നിലവിൽ PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു നമ്പർ ആയിട്ട് PSC പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് ഈ ഒരു കൂടുതൽ വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലേക്ക് റൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. നിലവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് വേറെ ജോലികൾ കിട്ടിപ്പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് വേക്കൻസികൾ ധാരാളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഒരു ടോപ്പ് പൊസിഷനിലൊക്കെ എത്തുകയാണെങ്കിൽ, നമുക്ക് ടോപ്പ് പൊസിഷനിലൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് പറ്റും, BE BTech, അതുപോലെ ME MTech ഈ റെലവെന്റ് സബ്ജക്റ്റിൽ, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ള റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഡിപ്ലോമ, BE അല്ലെങ്കിൽ BTech, ME MTechകാർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് പറ്റും. ITI ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസും കൂടെ വേണം. 3 വർഷം അല്ലെങ്കിൽ 1 വർഷം എക്സ്പീരിയൻസ് വേണം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഒരു പ്രശ്നമല്ല. നിലവില് വേറെ ഏതോ ഒരു പോസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സർവേയറോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ കോർട്ടിലെ കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ വിധി വന്നത് ആ ഒരു അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. ആ വിധിക്ക് എതിരെ ഒരു സ്റ്റേ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിനുശേഷം പിന്നെ വിളിച്ച എക്സാമുകളിലൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ അതിന്റെ ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 31/1/2024, അതായത് ഈ മാസം ലാസ്റ്റ് ആണ് ഇതിന്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാസ്റ്റ് ഡേയിലേക്കൊന്നും നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ.
അപ്പൊ ഇതാണ് നമുക്ക് കറണ്ട് നോട്ടിഫിക്കേഷൻ. ഇപ്പം നിലവിൽ വിളിച്ചിട്ടുള്ള ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസിൽ അപ്പൊ PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ്യതകൾ എന്ന് പറഞ്ഞിട്ട് SSLC അഥവാ തത്തുല്യ യോഗ്യത നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ അനുയോജ്യമായ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇതാണ് ക്വാളിഫിക്കേഷൻ. SSLC എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഒന്നെങ്കിൽ ഈ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ അതിനുശേഷം 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം 1 വർഷത്തെ പരിചയവും. ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ, അനുയോജ്യമായ എഞ്ചിനീയറിംഗ് ശാഖയിൽ നേടിയ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇനി ഈ ഒരു ഡിപ്ലോമയുള്ള ആളുകൾക്ക് അതിന്റെ ഹയർ ക്വാളിഫിക്കേഷനും പറ്റും എന്ന് പറഞ്ഞിട്ടും കൂടെ നമ്മളുടെ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന് വേണ്ടിയിട്ട് അതിന്റെ ഇക്വലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഡിപ്ലോമയ്ക്ക്, ഈ പോളിടെക്നിക് ഡിപ്ലോമ, അതായത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ളതിന് ഹയർ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ ഇതൊക്കെയാണ്. ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ ബിടെക് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. VLSI ഡിസൈൻ ആൻഡ് എംബഡഡ് സിസ്റ്റം ബിടെക് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ BE ആണെങ്കിൽ നമുക്ക് പുറത്തുള്ള ഡിഗ്രി ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സിൽ BE ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇനി MTechലേക്ക് പോവുകയാണെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം. MTechല് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ MTechൽ അപ്ലൈ ചെയ്യാം. VLSI ഡിസൈൻ ആൻഡ് എംബഡഡ് സിസ്റ്റം MTech ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ME അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും ക്വാളിഫിക്കേഷൻസ് നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലില് ഇപ്പം ബിടെക് ഉള്ള ആളാണെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് അവിടെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ ആ പോർട്ടലില് നിങ്ങളുടെ ലോഗിനിൽ അവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇതിൽ ഈ 11 എണ്ണത്തിൽ ഏതാണെങ്കിലും ഇനി ഡിപ്ലോമ ഉണ്ടാകും. അതുകൂടാതെ ഈ 11 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ തന്നെ വന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇക്വലൻസി മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് നമുക്ക് ഇക്വലൻസിയുടെ ആവശ്യമില്ല. ഇനി ഇതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഇക്വലൻസി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇക്വലൻസി പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഒരു കാര്യം കൂടി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ 31/12/2023 വരെ PSC പബ്ലിഷ് ചെയ്ത എല്ലാ നോട്ടിഫിക്കേഷനും ടെന്റേറ്റീവ് ആയിട്ടുള്ള കലണ്ടർ, എക്സാമിനേഷൻ കലണ്ടർ PSC ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പ്രകാരം നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ടെന്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ നവംബറിലാണ്. അപ്പൊ ഇത് PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് സെപ്റ്റംബറിൽ തന്നെ പരീക്ഷ വരും എന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മളുടെ സിലബസ് ഒക്കെ എത്രയുണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്, എത്ര മൊഡ്യൂൾസ് ആണ് ഉള്ളത്, ഏതൊക്കെ മൊഡ്യൂൾസിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്, അതിനനുസരിച്ചിട്ട് ടൈം കൊടുത്ത് നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ അതില് ഞാനൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഓരോ ഇതുണ്ടാകും. അതായത് ചില സബ്ജക്റ്റുകൾ അവർക്ക് നല്ലവണ്ണം അറിയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ടൈം അതിന് വേണ്ടി വരില്ല. ചില സബ്ജക്റ്റുകൾ പാടുള്ളതായിരിക്കും, അതിന് കൂടുതൽ ടൈം വേണം. അപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം നമുക്ക് ഞാനിപ്പോ പറയാൻ പോകുന്ന ആ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അത് ഡയറിയിൽ എഴുതി വെച്ച് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ റിവിഷനൊക്കെ സമയം കൊടുത്ത് കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് നല്ലൊരു ഇടം തന്നെ നമുക്ക് ഉണ്ടാകും.
ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് കറന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് PSC ഈ ഒരു പോസ്റ്റിലേക്ക് ഇതിനു മുന്നേ നടത്തിയ ഒരു എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ എക്സാമിനേഷന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 547/2017. ഈ ഒരു കാറ്റഗറി നമ്പറുള്ള പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് 2017 അതിനുശേഷം എക്സാമിനേഷൻ നടത്തിയത് 20/7/2018 ഇത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതില് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നത് 61.67 അതായത് 61.67 അതിന് മുകളിലേക്കും കിട്ടിയിട്ടുള്ള ആളുകളെല്ലാം മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓക്കെ. ഇനി റാങ്ക് ലിസ്റ്റ് അതിനുശേഷം 18 നമുക്ക് എക്സാം നടത്തി റാങ്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 28/7/2021 അത്രത്തോളം സമയം എടുത്തു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട്. അതില് റാങ്ക് ഫസ്റ്റ് റാങ്ക് വന്ന കുട്ടിക്ക് 75.67 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി അതില് മെയിൻ ലിസ്റ്റിൽ നമുക്ക് 65 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതില് മെയിൻ ലിസ്റ്റിൽ നിന്ന് മാത്രമല്ല നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടാകും. ടോട്ടൽ അഡ്വൈസ് ഈ ഒരു പോസ്റ്റിലേക്ക് പോയിരിക്കുന്നത് 35 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു നമ്പർ അഡ്വൈസ് തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ PSCയുടെ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ പോസ്റ്റിൽ നിന്ന് 35 അഡ്വൈസോളം പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു വേക്കൻസി വരുന്ന ഒരു പരീക്ഷ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നമുക്കും ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.67 അത്രയും മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം കോമ്പറ്റീഷൻ കുറച്ചും കൂടിയും ടൈറ്റ് ആണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും കൊറോണയ്ക്കൊക്കെ ശേഷം ഒരു പെർമനന്റ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തില് എല്ലാവരും കോച്ചിങ്ങുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അവര് പഠിച്ച് തന്നെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. മുന്നേ ഉള്ള ഒരു ട്രെൻഡ് അല്ല. അപ്പൊ നമുക്ക് ഇനിയുള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് ഇതിനെക്കാട്ടും കൂടുതൽ കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പം പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ വിളിച്ച ട്രേഡ്സ്മാന്റെ പരീക്ഷകൾക്കൊക്കെ ഉള്ള കട്ട് ഓഫ് എത്രയാണെന്ന്. 75, 80 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മളുടെ കട്ട് ഓഫ് ഒക്കെ വിവിധ ജില്ലകളിലുള്ള പരീക്ഷ നടത്തിയപ്പോഴൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഉള്ളൂ നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ അത്രയും ടോപ്പിലൊക്കെ നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കണം. വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ എടുത്ത് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണിത്. ഇത് നമ്മളുടെ ഈ 547/2017 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള കുട്ടി 75.67 ഇതാണ് ടെസ്റ്റിന് കിട്ടിയ മാർക്ക്. ഓക്കെ. ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണ്. അപ്പൊ ഇന്റർവ്യൂവിന് ഒരു മാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷന്റെ വെയിറ്റേജ് അതായത് നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയ്ക്ക് എത്രയാണ് നമുക്ക് മാർക്ക് കിട്ടിയെന്നുള്ളതിന്റെ ഒരു വെയിറ്റേജും കൂടെ ഇവിടെ ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം. അത് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല, കാരണം നമുക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു. അതിനൊരു മാർക്ക് ഉണ്ടാകും. ഇനി നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റുന്നത് മെയിൻ IT ടെസ്റ്റിൽ മാത്രമാണ്. ടെസ്റ്റിന്റെ മാർക്ക് മാത്രമാണ്. ഇന്റർവ്യൂ എല്ലാവർക്കും ഒരു 9 മുതൽ 13 വരെയുള്ള മാർക്കിന്റെ ഇടയിലുള്ളതായിരിക്കും നമുക്ക് പരമാവധി കിട്ടാൻ ചാൻസ് ഉള്ളത്. 65 പേരാണ് മൊത്തം ഉണ്ടായിരുന്നത്. അതില് പിന്നെ 65ാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 63.33. ഇതാണ് അവരുടെ മാർക്ക്, ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ള മാർക്ക്. ഓക്കെ. അപ്പൊ ഇതാണൊരു പിക്ചർ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പിക്ചർ എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 35 പേർക്കാണ് ഇതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത് കേട്ടോ. 35 ആളുകൾ. ഇനി അതിനുശേഷം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ സെയിം പോസ്റ്റിലേക്ക് പിന്നെ SC STക്ക് വേണ്ടിയിട്ട് SC കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് 2019 333/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമിനേഷൻ നടന്നത് 13/6/2023 19 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 23 പരീക്ഷ കണ്ടക്ട് ചെയ്തത്, ജൂൺ മാസം. അതില് ഷോർട്ട് ലിസ്റ്റ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ.
ഈ 10ാം മാസത്തിൽ, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. 46 മാർക്കിന്റെ മേളിൽ കിട്ടിയ ആളുകൾക്കാണ് മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടുള്ളത്. ആ ഷോർട്ട് ലിസ്റ്റില് 20 കുട്ടികളാണ്, 20 കാൻഡിഡേറ്റ് ആണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാറ്റഗറി NCA വിജ്ഞാപനം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് കുറച്ചും കൂടെയും കുറവാണ്. 46ഉം അതിന്റെ മേളിലേക്ക് കിട്ടിയ ആളുകളും ആണ്. അത്ര 20 കുട്ടികൾ അതിനകത്തും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൂന്നോ വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് അത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോസ്റ്റ്, ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള 3 വേക്കൻസിയാണ് അന്നേരം PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. 20 കുട്ടികളെയാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 46 മാർക്കിന്റെ എബോവ് ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 പരീക്ഷയും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളാണ്. അതിന് PSC ഒരു സിലബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സിലബസ് വെച്ചിട്ടാണ് നമ്മളിപ്പോ പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് 10 മോഡ്യൂൾ ആയിട്ടാണ് സിലബസിൽ ഉണ്ടായിരുന്നത്. 10 മോഡ്യൂൾ. ഓരോ മോഡ്യൂളിനും എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതും സിലബസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ 12 മാർക്കാണ്. മോഡ്യൂൾ 2ന് 13 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. മോഡ്യൂൾ 3ക്ക് 10 മാർക്കാണ് വെയിറ്റേജ്. മോഡ്യൂൾ 4ന് 10 മാർക്ക് വെയിറ്റേജ്. മോഡ്യൂൾ 5ന് 5 മാർക്ക്. മോഡ്യൂൾ 6ന് 5 മാർക്ക്. മോഡ്യൂൾ 7ന് 12 മാർക്ക്. മോഡ്യൂൾ 8ന് 10 മാർക്കാണ്. മോഡ്യൂൾ 9ന് 13, മോഡ്യൂൾ 10ന് 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ 100 മാർക്സിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഓരോ മോഡ്യൂളിലും ഏതൊക്കെ ാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 1, അതുപോലെ 2, പിന്നെ 3, 4 10 മാർക്ക് വീതമുണ്ട്. അതുപോലെ ഇവിടെ 7ാമത്തെ മൊഡ്യൂള് 8, 9, 10 ഇത്രയും മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. പിന്നെ ഇവിടെ 2 മൊഡ്യൂൾസിനാണ് ആകെ 5 മാർക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ വെയിറ്റേജ് കൂടുതലുള്ള മോഡ്യൂളിന് കൂടുതൽ സമയം കൊടുത്തു. കാരണം അതിനകത്ത് നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് മൊഡ്യൂളിന് 12 ക്വസ്റ്റ്യൻസ് ചോദിക്കും. മോഡ്യൂൾ 2ന് 13 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ മോഡ്യൂളുകളിലുള്ള ടോപ്പിക്കുകളൊക്കെ വിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പൊ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു പോകണം. അപ്പൊ ഓരോ മോഡ്യൂളിലും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ മോഡ്യൂൾ 1. മോഡ്യൂൾ 1ൽ നമ്മൾ മെയിൻ ആയിട്ട് പാസീവ് കോമ്പണൻസ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ ട്രേഡ്സ്മാനും വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ട്രേഡ്സ്മാന് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കോമൺ ടോപ്പിക്സുകൾ ഉണ്ട്. ട്രേഡ്സ്മാന്റെ സിലബസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് മോഡ്യൂളുകളിൽ. ഇതില് നമുക്ക് അങ്ങനെ കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ സബ് ടോപ്പിക്കുകളൊക്കെ നമുക്ക് നോക്കി പോകേണ്ടി വരും. കാരണം ഇതൊരു ടീച്ചിങ് പോസ്റ്റ് ആണ്. അത്ര ലോ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഒന്നുമല്ല. നമുക്ക് അത്യാവശ്യം സ്കെയിലൊക്കെ ഉള്ള ഒരു നല്ല പോസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ട് 12 മാർക്കിനകത്ത് കുറച്ചായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് ഇതിന്റെ അണ്ടറിൽ വരുന്ന നിമി ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സബ് ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ പഠിച്ചു പോകണം. ഓക്കെ, ഈ ഫസ്റ്റത്തെ മോഡ്യൂളിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് ആണ്. അപ്പൊ അതില് എന്തൊക്കെയാണ്? പാസീവില് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, പിന്നെ അതിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ്, ഈ 3 പാസീവ് ഡിവൈസസിന്റെയും, പിന്നെ ഈ കപ്പാസിറ്ററിന്റെയും റെസിസ്റ്ററിന്റെയും ഒക്കെ കളർ കോഡിങ് എങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ AC അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് അതിന് റിയാക്ടൻസ് ഉണ്ടാകും. അപ്പൊ വാട്ട് ഇസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അതുപോലെ തന്നെ ഇൻഡക്ടൻസിലേക്ക് വരുമ്പോൾ സെൽഫ് ഇൻഡക്ടൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്, ക്യൂ ഫാക്ടർ എന്താണ്, പിന്നെ അതിൽ പിന്നെ ട്രാൻസ്ഫോമർ, നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമർ, അതുപോലെ ആക്റ്റീവ് ഡിവൈസിലേക്ക് വന്നാൽ ഏറ്റവും ആദ്യം ഡയോഡ്, പിന്നെ ട്രാൻസിസ്റ്റർ, FET, മോസ്ഫെറ്റ്, പിന്നെ സർഫസ് മൗണ്ട് ഡിവൈസസ് ICയുടെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സർഫസ് മൗണ്ട് ICs, റെഗുലേറ്റഡ് ICs, അതായത് വോൾട്ടേജ് റെഗുലേറ്റഡ് IC 7905 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെഗുലേറ്റഡ് ICs. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. വളരെ ഇലക്ട്രോണിക്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 12 മാർക്കാണ് ഇതിന് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്കും ബേസിക് ഇലക്ട്രോണിക്സിൽ നമ്മളുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്താണ്, ഇൻസുലേറ്റർ, കണ്ടക്ടർ, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ, പിന്നെ PN ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ ബയാസിങ്,
പിന്നെ ട്രാൻസിസ്റ്ററിലേക്ക് വരുമ്പോൾ PNP, NPN ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ അതിന്റെ പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് കോൺഫിഗറേഷനിൽ ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് ഗെയിൻ ആണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ആൽഫ, ബീറ്റ, ഗാമ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ട്രാൻസിസ്റ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ ബയസ് ചെയ്യാം, ഡിഫറെന്റ് ബയസിങ് മെത്തേഡ്സ്, അതുപോലെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ, കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ പറഞ്ഞിട്ടുള്ള കോൺഫിഗറേഷൻസ്, പിന്നെ ആംപ്ലിഫയറിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതായത് നമുക്ക് ആംപ്ലിഫയറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, അതുപോലെ തന്നെ പവർ ആംപ്ലിഫയേഴ്സ്, പിന്നെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ, ആ ക്ലാസിഫിക്കേഷൻ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാനുണ്ടാവും ഇതിനകത്ത്. സിംഗിൾ സ്റ്റേജ് ആൻഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പിന്നെ ഓസിലേറ്റർ, ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഓസിലേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ അതിൽ സൈനസോയിഡൽ ഓസിലേറ്ററും പഠിക്കാനുണ്ടാകും, നോൺ സൈനസോയിഡൽ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഒക്കെ പോലത്തെയുള്ള കാര്യങ്ങൾ, പിന്നെ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന്. ഇതൊക്കെ ഓരോ ഇപ്പൊ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എന്ത് ചോദിക്കുന്നുള്ളത്, നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ടാകും, അതിന്റെ ബേസിക് സർക്യൂട്ട് കോൺഫിഗറേഷൻസ് ഉണ്ടാകും, അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നിമീനെ ബേസ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പഠിക്കണം. ഓക്കെ, 13 മാർക്കാണ് നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ളത്. ഇനി തേർഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈ ആകെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കും. ആകെ ഒരു വരി ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ ഇതില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിക്കണം. സെല്ല് എന്താണ്, ബാറ്ററി എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു സെല്ലിനെ മെയിൻറ്റെയിൻ ചെയ്യുക, റെക്ടിഫയർ, റെഗുലേറ്റഡ് പവർ സപ്ലൈസ് എന്താണ്, SMPS, സിസ്റ്റം മോഡ് പവർ സപ്ലൈസ്, അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ, ഇൻവെർട്ടർ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കണം. 10 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ ആണ്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലോ ഒക്കെ പഠിക്കുന്നതാണ്. അതായത് ലോസ്, ഇലക്ട്രിക്കൽ ലോസ്, സർക്യൂട്ട് ലോസ് ഉണ്ടാവും, ഓംസ് ലോ, കിർച്ചോഫ് വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറന്റ് ലോ, അതൊക്കെ. പിന്നെ AC DC മെഷർമെന്റ്സ് എങ്ങനെ ചെയ്യാം, അതായത് നമുക്ക് AC പാരാമീറ്ററിനെ എങ്ങനെ മെഷർ ചെയ്യാം, DC മെഷർമെന്റ്സ് എങ്ങനെ ചെയ്യാം, പിന്നെ മീറ്ററുകളുടെ ക്ലാസിഫിക്കേഷൻ, AC മീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് DC മീറ്റേഴ്സ് ഉണ്ട്, അതിന്റെ പിന്നെ മൂവിങ് കോയിൽ, മൂവിങ് അയൺ മീറ്റേഴ്സ്, അതൊക്കെ അതിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ നെറ്റ്വർക്ക് തിയറംസ് ഉണ്ട്, തെവനിയൻസ്, നോർട്ടൺസ്, അങ്ങനെയുള്ള തിയറംസ്. പിന്നെ AC ഫണ്ടമെന്റൽസ്, നമ്മളുടെ AC വേവ് ഫോമിന്റെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ AC നമ്മൾ ഓരോ സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ, RL സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, RCയിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, RLC സർക്യൂട്ടിൽ AC ആയിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അതൊക്കെ. പിന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ പഠിക്കണം. പിന്നെ എന്താണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ ആൻഡ് എനർജി, അതായത് ബേസിക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് തെരേജ ബുക്കിന്റെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തെരേജയുടെ വോളിയം 1 റെഫർ ചെയ്തിട്ട് നമുക്ക് ഇത് പഠിക്കാവുന്നതാണ്. അപ്പൊ 10 മാർക്കാണ് ഇതിന് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, എങ്കിലും ഇലക്ട്രോണിക്സുകാർ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ മൾട്ടിമീറ്റർ ഉണ്ട്, കാഥോഡ് CRO പഠിക്കാനുണ്ട്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് DSO പഠിക്കാനുണ്ട്, ഫംഗ്ഷൻ ജനറേറ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, 5 മാർക്കാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുക. ഇനി മൊഡ്യൂൾ 6ലേക്ക് പോകുമ്പോൾ സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ്, 5 മാർക്കിനാണ്. നമുക്ക് എങ്ങനെയാണ് സോൾഡറിങ് ഡിഫറെന്റ് ടെക്നിക്സ് എന്താണ്, സോൾഡറിങ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഫ്ലക്സ് എന്താണ്, സോൾഡറിങ് ഗണ്ണിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിന് നോക്കാനായിട്ടുള്ളത്. ഇനി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ട്രേഡ്സ്മാന് വേണ്ടിയതാണ് കേട്ടോ, ട്രേഡ്സ്മാനും കൂടെ നമുക്ക് പഠിക്കേണ്ടതാണ്. ട്രേഡ്സ്മാന് ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു ഈ സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് ഇല്ല, ട്രേഡ്സ്മാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടറിനും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ വേവ് പ്രൊപ്പഗേഷൻ പഠിക്കാനുണ്ട്. പിന്നെ മോഡുലേഷൻ ഡിമോഡുലേഷൻ ടെക്നിക്സുകൾ, AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ, പിന്നെ അതിന്റെ ട്രാൻസ്മിറ്റർ റിസീവർ, പിന്നെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, അനലോഗ് മോഡുലേഷനും ഡിജിറ്റൽ മോഡുലേഷനും പഠിക്കാനുണ്ട്. സാമ്പിളിംഗ് എന്താണ്, ക്വാണ്ടൈസേഷൻ, ഡീകോഡിംഗ്, മൾട്ടിപ്ലക്സിംഗ് ആൻഡ് ഡിമൾട്ടിപ്ലക്സിംഗ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ മൊഡ്യൂൾ 7ല് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കുക. ഓക്കെ,
മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ ആണ്, ട്രാൻസ്ഡ്യൂസർ ആൻഡ് സെൻസേഴ്സ് എന്നുള്ളതാണ്. ഇതും നമുക്ക് ട്രേഡ്സ്മാൻ ആവശ്യമുള്ളത് തന്നെയാണ്. 10 മാർക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കും. ഇലക്ട്രോണിക്സുകാർക്ക് കുറച്ച് ഒരു പ്രയാസം, കാരണം നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ട്രാൻസ്ഡ്യൂസറിന്റെ ക്ലാസിഫിക്കേഷൻ, ആക്റ്റീവ്, പാസീവ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ, തെർമിസ്റ്റർ, തെർമോകപ്പിള്, സ്ട്രെയിൻ ഗേജ്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, പിന്നെ LVDT, പ്രോക്സിമിറ്റി സെൻസേഴ്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്, ഇതൊക്കെയാണ് നമുക്ക് 8ാമത്തെ മൊഡ്യൂളിൽ നോക്കാനുള്ളത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് വരും. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്മൾ എല്ലാ പ്രാവശ്യവും പ്രിപ്പയർ ചെയ്യുന്ന തന്നെയാണ്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന, അതായത് ലോജിക് ഗേറ്റ്സ്, പിന്നെ ഡിഫറെന്റ് ലോജിക് ഫാമിലീസ്, TTL, ECL ഒക്കെ പോലെയുള്ള. ഇനി കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൽ അരിത്തമെറ്റിക് സർക്യൂട്ട്, അതായത് ആഡർ, സബ്ട്രാക്ടർ, അങ്ങനെയുള്ളത്. പിന്നെ എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ. പിന്നെ സീക്വൻഷ്യലിലേക്ക് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, പിന്നെ രജിസ്റ്റർ, കൗണ്ടർ, പിന്നെ ADC, DAC സർക്യൂട്ട്സുകൾ. ഇത്രയാണ്. 13 മാർക്ക് ഉണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, വെയിറ്റേജ് കൂടിയ മൊഡ്യൂളാണ്. ഓക്കെ. ഇനി അടുത്തത് മൈക്രോ പ്രോസസർ ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളാണ് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. അപ്പൊ ഇതില് 8086 മൈക്രോ പ്രോസസറും അതിന്റെ ഫീച്ചർ, ഇന്റേണൽ ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, അഡ്രസ്സിംഗ് മോഡ്സ്. ഇനി 8051ലേക്ക് വന്ന കൺട്രോളറിലേക്ക് വരുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ്, ഇന്റേണൽ ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, അഡ്രസ്സിംഗ് മോഡ്സ്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ രണ്ടിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു 5, ഇതിനകത്ത് നിന്ന് ഒരു 5 എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ 10 മാർക്ക് അതിന്. ഇത്രയുമാണ് നമുക്ക് സിലബസ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മളുടെ കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ITI പോസ്റ്റ് ആയത് കാരണം ചില സോൾഡറിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പവർ, UPS അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ പരീക്ഷ, ഈ ഒരു കോഴ്സിലേക്കുള്ള എക്സാമിന് PSC പബ്ലിഷ് ചെയ്ത സിലബസ് ആണിത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ള സിലബസ് PSC പബ്ലിഷ് ചെയ്യുമ്പോൾ, സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷൻസോ ഡിലീഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആ ഒരു കാര്യങ്ങളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് റെഫറൻസ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നിമി ബുക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ITIക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് 4 സെമസ്റ്ററുകൾ, 2 ഇയർ കോഴ്സാണ്. അപ്പൊ 4 സെമസ്റ്ററുകളായിട്ടാണ്. 4 സെമസ്റ്ററിലേക്കും ഓരോ ബുക്കുകളാണ് ഉള്ളത്. അപ്പൊ ആ ബുക്ക് നമുക്ക് ഈ ഒരു സൈറ്റിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ PPT ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു സൈറ്റിൽ പോയി ഈ ബുക്സുകൾ 4 എണ്ണവും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളുടെ സിലബസ് നോക്കിയിട്ട്, സിലബസിൽ ഓരോ ടോപ്പിക്കും പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ബുക്സ് ഏത് സെമസ്റ്ററിലാണോ ആ ടോപ്പിക്ക് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ റെഫർ ചെയ്യാം. ഇനി റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകളിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാകായികയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സിന് പറ്റിയത് ഏതാണ്, മൈക്രോ പ്രോസസറിനും മൈക്രോ കൺട്രോളറിനും ഒക്കെ ഉള്ളത് ഏതാണ്, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കും വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്, JB ഗുപ്ത. ഇതിൽ നമുക്ക് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും, ലോവർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പൊ നമ്മൾക്കൊരു ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന് വരുന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി ആ പുസ്തകത്തിൽ നിന്നും കൂടെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ടോപ്പിക് ടെസ്റ്റുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഒരു മോഡ്യൂൾസ് കഴിയുമ്പോൾ അതിന്റെ ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. അതുപോലെ തന്നെ സൈറ്റുകളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ സൈറ്റുകളിൽ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് MCQ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോ സബ്ജക്റ്റുകൾക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളും കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ജോർജ് കെന്നഡിയുടെ ബുക്ക് നല്ല ബുക്കാണ്. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് മോറിസ് മാനോ, പിന്നെ കൺട്രോളറിന് മുഹമ്മദ് അലി മസീദിയുടെ 8051 മൈക്രോ കൺട്രോളർ. പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് തെരേജയുടെ വോളിയം 1 നോക്കാവുന്നതാണ്.
പിന്നെ നമ്മളുടെ മെഷർമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ട്രാൻസ്ഡ്യൂസർ, സെൻസർ ഒക്കെ ഉണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് AK ഷോണിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിമിയുടെ ബുക്ക് വായിക്കുക. നിമി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പരീക്ഷകൾ നടത്തുള്ളൂ. PSC ഇപ്പം അങ്ങനെ തന്നെയാണ്. ഈ ഡിപ്ലോമ ലെവലിലുള്ള പോസ്റ്റുകൾക്കൊക്കെ, ITI ഡിപ്ലോമ ലെവലിലുള്ള പോസ്റ്റുകൾക്കൊക്കെ, പരീക്ഷകൾക്കൊക്കെ PSC റെഫർ ചെയ്യുന്നത് നിമിയുടെ ബുക്സ് തന്നെയാണ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MCQs ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഡിഫറെന്റ് സൈറ്റ്സ് അവൈലബിൾ ആണ്. textbook.com, എക്സാം വേദ, സാൻ ഫൗണ്ടറി, ഒബ്ജക്റ്റീവ് ബുക്സ്, കരിയർ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് NPTELന്റെ സൈറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റുകളാണ്. നിങ്ങൾക്ക് MCQs ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. നമുക്ക് സമയമുണ്ട്, ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ധാരാളം സമയമുണ്ട്. ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള സമയമുണ്ട്. ഇനി ഞാൻ ഒരൊറ്റ ടോപ്പിക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്, അത് ഞാൻ ഒരു ഡയോഡ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഒരു സെനർ ഡയോഡിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് നമ്മളുടെ ട്രേഡ്സ്മാനും പഠിക്കാനുള്ളത് തന്നെയാണ്. അതില് നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റില് കഴിഞ്ഞ 2019 വിളിച്ച ഒരു പരീക്ഷ ഞാൻ പറഞ്ഞില്ലേ, SC/STക്ക് മാത്രമായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഈസ് likely to take place in heavily doped PN junction diode. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സെനർ ഡയോഡിന്റെ കാര്യം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ജൂണിൽ നടത്തിയ പരീക്ഷ 2023 ജൂണിൽ നമുക്കൊരു പരീക്ഷ നടന്നിരുന്നു, 6ാം മാസത്തില്. ആ പരീക്ഷയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. അതിന്റെ സിമ്പൽ ഇതാണ്. നമുക്ക് ഓർഡിനറി ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ, ഒരു ലൈന്, ഇതാണ് നമ്മുടെ ഓർഡിനറി ഡയോഡിന്റെ സിമ്പൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആനോഡും ഇത് കാഥോഡും ആണ് അല്ലെ. ഈ ഡയോഡിന്റെ ഫംഗ്ഷനും നമുക്കറിയാം. ഡയോഡ് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്, ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. P മെറ്റീരിയലും N മെറ്റീരിയലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഡയറക്ഷനിൽ ഇതിനെ നമ്മൾ ബയാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർവേഡ് ബയാസും ചെയ്യാം, റിവേഴ്സ് ബയാസും ചെയ്യാം അല്ലെ. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയോഡിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ P മെറ്റീരിയൽ അല്ലെങ്കിൽ ആനോഡ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും ഡയോഡിന്റെ N റീജിയൻ അതായത് നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ മാത്രം ഈ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ ഓൺ ആയിരിക്കും. ഓക്കെ, ഡയോഡ് ഓൺ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഈ ഡയോഡിൽ വരുന്ന ഒരു ഡ്രോപ്പ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഇത് ഇങ്ങനെ കണ്ടക്ട് ചെയ്യും. ഇനി റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുള്ള കോൺഫിഗറേഷൻ ആണ്. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിന്റെ നെഗറ്റീവായിട്ടും ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിന്റെ പോസിറ്റീവ് അതായത് P റീജിയനുമായിട്ടും കണക്ട് ചെയ്യും. ഇതാണ് റിവേഴ്സ് ബയാസ്. ഈ ഒരു സമയത്ത് ഈ ഡയോഡ് ഓഫ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോർമൽ ഡയോഡിന്റെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫോർവേഡ് ബയസ്. ഇത് ഫോർവേഡ് ബയസ് റീജിയൻ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല കേട്ടോ, ജസ്റ്റ് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഡയോഡ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിനൊരു കട്ടിംഗ് വോൾട്ടേജ് ഉണ്ടാകും. നോർമലി അത് സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടേജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 0.7 വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് ഓൺ ആകും. ഇനി അതിനുശേഷം ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ ഇതിലൂടെയുള്ള കറണ്ട് നമുക്ക് കൂടി പോകും. ഇതാണ് ഫോർവേഡ് ബയസ്. ഇനി റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ, റിവേഴ്സ് ബയസിൽ ഡയോഡ് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി മൈനോറിറ്റി ക്യാരിയേഴ്സ് കാരണം ഒരു ചെറിയ ലീക്കേജ് കറണ്ട് ഉണ്ടാകും. ഓക്കെ, ചെറിയൊരു ലീക്കേജ് കറണ്ട്, നാനോ ആംപിയർ അല്ലെങ്കിൽ മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാകും. ഇനി നമ്മൾ ഇതിങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആകും. അതായത് ഡയോഡിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും, റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആകും. ഇതാണ് നമ്മുടെ നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് സെനർ ഡയോഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് P റീജിയൻ ആണ്, ഇത് N റീജിയൻ ആണ്. ഇവിടെ നമ്മൾ P+N+ എന്ന് എഴുതിയാൽ ഇവിടെ ഡോപ്പിംഗ്
ഹെവി ആണ്, ഹെവി ഡോപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് സൈഡും നമ്മൾ ഹെവി ഡോപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇംപ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്, സിലിക്കൺ, ജെർമേനിയം പോലെയുള്ളത്. അതിലേക്ക് നമ്മൾ തേർഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ്, ബോറോൺ, അലൂമിനിയം ഒക്കെ അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പി ടൈപ്പ് മെറ്റീരിയൽ കിട്ടും. അതായത് അക്സെപ്റ്റേഴ്സ് എന്നാണ് പറയുക. ഇനി നമ്മൾ ഈ പ്യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ അത് അവിടെ നമുക്ക് എൻ ടൈപ്പ് ആണ് കിട്ടുക. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെവി ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെനർ ഡയോഡ് എപ്പോഴും ഒരു ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. ഹെവിലി ഡോപ്ഡ് ഡയോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ധാരാളം എന്തുണ്ടാകും, ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും അല്ലെ. അതായത് ഒരു ഇവിടെ ഒരു ഹോൾ, അതാണ് ഇവിടെ ഹോൾസ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം സിലിക്കൺ, ജെർമേനിയത്തിനൊക്കെ വാലൻസി 4ആണ്. ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാകും. അതുപോലെ തന്നെ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ റെഡ് കളറിലൊക്കെ കാണിച്ചിരിക്കുന്നത് എന്നില് നമുക്ക് അത്രയും ഇലക്ട്രോൺസ് ഉണ്ടെന്നും ഇവിടെ നമ്മൾ ഈ ഹോൾസ് സിൽവർ കളറിൽ നമ്മൾ ഹോൾസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇനി അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്യുമ്പം ഈ ജംഗ്ഷനിൽ നമുക്കൊരു ഡെപ്ലീഷൻ റീജിയൻ ഉണ്ടാകും. ഈ ഡെപ്ലീഷൻ റീജിയനിൽ നമുക്ക് പി റീജിയനിലാണെങ്കിൽ അവിടെ നെഗറ്റീവ് അയോൺസ്, ഇൻമൊബൈൽ ആയിട്ടുള്ള അയോൺസും, എൻ റീജിയൻ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് അയോൺസും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, അത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള കൺസെപ്റ്റ് ആണ് ഈ ഡെപ്ലീഷൻ റീജിയന്റെ. ഓക്കെ, അങ്ങനെ ഉണ്ടാകും. പക്ഷെ നമ്മളുടെ ഇവിടെ ഡോപ്പിങ്ങിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ ധാരാളം ഇതുണ്ടാകും. ഈ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഡോപ്പിംഗ് കൂടുമ്പോൾ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവായിരിക്കും. കാരണം അവിടെ അത്രയും ക്യാരിയേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഹോൾസ് ആണെങ്കിലും ഇലക്ട്രോൺസ് ആണെങ്കിലും നമുക്ക് ഇവിടെ ധാരാളം അവൈലബിൾ ആണ്. ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പിന്നെ സെനർ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ഡയോഡ് മെയ്ഡപ്പ് ഓഫ് സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം തന്നെയാണ്. പക്ഷെ സ്പെഷ്യൽ പർപ്പസിനാണ് അത് യൂസ് ചെയ്യുക. സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ സാധാരണ ഡയോഡ് പോലെ സാധാരണ ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയസ് റീജിയനിലാണ് യൂസ് ചെയ്യുക. അതായത് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റീജിയനിലാണ് യൂസ് ചെയ്യുക. പക്ഷെ സെനർ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണ്. ഇത് നമ്മൾ റിവേഴ്സ് ബയസ് റീജിയനിലാണ് യൂസ് ചെയ്യുക. റിവേഴ്സ് ബയസ് റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പി ടൈപ്പ്, അതായത് പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ടും എൻ ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയസിംഗ് ആണ്. അപ്പം സെനർ ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയാസിലാണ് യൂസ് ചെയ്യുക. ഓർഡിനറി ഡയോഡിനെ നമ്മൾ കോമൺ ആയിട്ട് ഫോർവേഡ് ബയസിലാണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ റിവേഴ്സ് ബയാസിൽ ചെയ്യുമ്പോൾ ഡയോഡ് നോർമലി ഓഫ് ആയിരിക്കും. അപ്പൊ കറണ്ട് നമുക്ക് ഉണ്ടാവില്ല. കറണ്ട് ഒരു ലീക്കേജ് കറണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കറണ്ടേ ഉണ്ടാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സെനർ ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫോർവേഡ് ബയസ് ചെയ്താൽ സെനർ ഡയോഡ് ഓർഡിനറി ഡയോഡിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. അപ്പൊ ഇത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും. പക്ഷെ സെനർ ഡയോഡിൽ നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഇതാണ് ആവശ്യം. ഓക്കെ, റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ ചെറിയ കറണ്ടേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു ഹൈ കറണ്ട് ഇതിലൂടെ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു? അപ്പൊ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് സെനർ ഇഫക്റ്റ്. രണ്ടാമത്തത് അവലാൻഷെ ഇഫക്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ സെനർ ഇഫക്റ്റ് മാത്രം ഇപ്പൊ പറഞ്ഞു പോകുന്നുള്ളൂ. സെനർ ഇഫക്റ്റ് കാരണം നമുക്ക് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ അവലാൻഷെ ഇഫക്റ്റ് കാരണം നമുക്ക് ഇങ്ങനെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യാം. ഇനി എന്താണ് സെനർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു സെനർ ഡയോഡിന്റെ കേസിൽ നമുക്ക് ഹെവിലി ഡോപ്പിംഗ് ആണ്. അപ്പൊ ഇവിടെ ഡോപ്പിംഗ് ഹൈ ആണ്. ഡോപ്പിംഗ് ഹൈ ആയത് കാരണം ഇവിടെ ഡെപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറവാണെന്ന് പറഞ്ഞു. ഡെപ്ലീഷന്റെ വിഡ്ത്ത് കുറവാണ്. ഓക്കെ, ഡെപ്ലീഷന്റെ വിഡ്ത്ത് കുറവായത് കാരണം
എന്താ സംഭവിക്കുക? ഡെപ്ലീഷന്റെ വിഡ്ത്ത് കുറവാണ്. ഇനി ഇവിടെ എന്താണ്, ഡെപ്ലീഷൻ വിഡ്ത്ത് ഉണ്ട്, നമുക്ക് കുറവാണെങ്കിലും അതുണ്ട്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും ചാർജ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ, ഇപ്പൊ നമ്മൾ കപ്പാസിറ്റർ ആണെങ്കിലും അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ നമുക്ക് രണ്ട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. അപ്പം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/d ആണ്. d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഇതിന്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസും v എന്ന് പറയുന്നത് അതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് കുറയും തോറും ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടും അല്ലെ? E = V/d ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കുറയും തോറും ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഹെവി ഡോപ്പിംഗ് ആണ്, ഡെപ്ലീഷൻ വിഡ്ത്ത് കുറയും, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ ചാർജ് ക്യാരിയേഴ്സ് ഇപ്പൊ ഇവിടെ ഡെപ്ലീഷൻ റീജിയൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ക്രോസിംഗ് പ്രയാസമായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഹൈ ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഹൈ ഫീൽഡ് കാരണം ഈ ഹൈ ഫീൽഡ് ഈ ക്യാരിയേഴ്സിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്, QE എന്നാണ്. അപ്പം ഈ ഫോഴ്സും കൂടുതലായിരിക്കും. ഫോഴ്സ് കൂടുതലാകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചാർജ് ക്യാരിയേഴ്സ് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന, അടുത്ത ഓപ്പോസിറ്റ് ഇതിലെ പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ധാരാളം ചാർജ് ക്യാരിയേഴ്സ്, ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും. അതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഓക്കെ, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് എന്താകും? ചാർജ് ക്യാരിയേഴ്സ് ജനറേറ്റ് ആകും. കൂടുതൽ നമ്പർ ഓഫ് ചാർജ് ക്യാരിയേഴ്സ് കൂടുതൽ ജനറേറ്റ് ആകും. അങ്ങനെ കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വരും? കറണ്ട് കൂടും അല്ലെ? കറണ്ട് കൂടും. കറണ്ട് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ് ആണ്. അപ്പൊ കറണ്ട് കൂടും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ഹൈ കറണ്ട് കിട്ടുന്നത്. ഇനി ഈ ജനർ ഇഫക്റ്റ് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ റിവേഴ്സ് ബയസ് വോൾട്ടേജ് നമ്മളുടെ ഒരു ലോവർ വോൾട്ടേജ് കൊടുത്താൽ തന്നെ നമുക്ക് അവിടെ ഒരു ഹൈ കറണ്ട് ഫ്ലോ ആകും. അതായത് അതിന്റെ ഒരു വാല്യൂ 3 മുതൽ 18 വരെ അത്രയും വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഹൈ കറണ്ട് ഫ്ലോ കിട്ടും. ഇനി ഇവിടെ നമ്മൾ ഡോപ്പിംഗ് കുറവാണ് കൊടുക്കുന്നതെങ്കിൽ, ഡോപ്പിംഗ് അതായത് നോർമൽ ഡയോഡിൽ നമ്മൾ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെ ഡോപ്പിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഡെപ്ലീഷൻ വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഒക്കെ കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ ഇതുപോലെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് കുറേയും കൂടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കണം. കുറേ വോൾട്ടേജും കൂടെ കൊടുത്താലേ ഉള്ളൂ ഇത് വരുള്ളൂ. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഒരു നോർമലി 50 വോൾട്ടിലൊക്കെ ആയിരിക്കും. 50 വോൾട്ട്. അപ്പൊ സാധാ ഓർഡിനറി ഡയോഡിൽ ഇങ്ങനെ ഈ ബ്രേക്ക് ഡൗൺ ആവുന്നത്, അത് ഇതിനെ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ പറയുക. ഈ ഒരു 3 to 18 വോൾട്ട് ജനറൽ എഫക്റ്റിൽ അല്ലെങ്കിൽ 50 വോൾട്ട്, ഇതിനെയാണ് നമ്മൾ അവലാൻഷി എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിൽ നമ്മൾ റിവേഴ്സ് ബയസ് കൂട്ടി ഒരു 50 വോൾട്ട്, നിയർലി 50 വോൾട്ട് ഒക്കെ ആകുമ്പോഴാണ് ഇത് ബ്രേക്ക് ഡൗൺ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ജനർ നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം, ഈ റിവേഴ്സ് ബയസിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹൈ കറണ്ട് ഫ്ലോ കിട്ടും. പക്ഷെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. വോൾട്ടേജ് റെഗുലേറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചു പോകുന്നത്. ഇനി ഞാൻ ഈ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഇനി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടേണ്ടതാണ്. വിച്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഈസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്? ഓക്കെ, ഏതായിരിക്കും അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് നോക്കി നോക്കിയേ. അവലാൻഷി ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണോ, ജനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണോ, ബോത്ത് അവലാൻഷി ആൻഡ് ജനർ ബ്രേക്ക് ഡൗൺ ആണോ, നൈദർ അവലാൻഷി നോർ ജനർ ബ്രേക്ക് ഡൗൺ ആണോ? ഇവിടെ ക്വസ്റ്റ്യനിൽ ഹെവിലി ഡോപ്ഡ് ഡയോഡില് ഏത് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ് നടക്കുന്നത്? ഹെവിലി ഡോപ്ഡ് ഡയോഡ് നമ്മളുടെ ജനർ ഡയോഡാണ് അല്ലെ? ഹെവിലി ഡോപ്ഡ് ഡയോഡ് നമ്മുടെ ജനർ ഡയോഡാണ്. ജനർ ഡയോഡിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ജനർ ഇഫക്റ്റ് കാരണമാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കിവിടെ ജനർ ബ്രേക്ക് ഡൗൺ എന്ന് കിട്ടി. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ നിമിയുടെ ബുക്സിലുള്ളതാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഫിഗറൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിമിയുടെ ബുക്സിൽ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിമിയുടെ ബുക്കിലുള്ള ഫിഗറാണ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും എടുത്ത് പഠിച്ച് അതിന്റെ ഉള്ളിൽ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ MCQs ചെയ്ത് നോക്കണം. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഒമ്പതാം തീയതിയാണ്, ജനുവരി 9 നമുക്ക് ഡേറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെപ്റ്റംബർ നവംബറിലാണ് നമ്മൾക്ക് എക്സാമിനേഷൻ PSC ടെൻറ്റേറ്റീവ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് എത്ര മാസമുണ്ട്? ജനുവരി കിട്ടും, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ. സെപ്റ്റംബർ 1 തന്നെ നിങ്ങൾ പരീക്ഷ കാണണം മുന്നിൽ. കാരണം നമുക്ക് അറിയില്ല, നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല സെപ്റ്റംബർ 1 വരുമോ 2 വരുമോ അല്ലെങ്കിൽ നവംബറിൽ വരുവുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പരീക്ഷ വരുന്നുണ്ട് എന്ന് കണക്കാക്കി നമ്മൾ പഠിക്കുക. അതിനുശേഷം നവംബറിൽ വന്നാൽ നമുക്ക് അഡീഷണൽ അത്രയും ബോണസ് ടൈം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, റിവിഷൻസ് ചെയ്തിട്ടുണ്ടാകും, കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമ്മളൊരു എക്സാമിനേഷൻ, ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ നമ്മൾ സെപ്റ്റംബർ 1 തീയതി തന്നെ എഴുതാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ടാകും, നമ്മൾ ഫുൾ എക്യുപ്ഡ് ആയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾക്ക് എത്ര അഡീഷണൽ ടൈം കിട്ടിയാലും നമുക്ക് കിട്ടുന്ന ബോണസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ആ സമയത്ത് നമ്മൾ കൂടുതൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതൽ MCQ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി നമ്മൾ എക്സാമിനേഷന് ഒരു ഫിയർ ഇല്ലാണ്ട് നമ്മൾ കോൺഫിഡൻസോട് കൂടി പോയിട്ട് എഴുതാനുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ എന്തുകൊണ്ട് നമ്മളിങ്ങനെ കോച്ചിങ്ങും ഒക്കെ എടുത്ത് പഠിക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2018 അവസ്ഥയല്ല നമുക്ക്. 2018 പരീക്ഷ നടത്തിയ സമയത്ത് 61 സംതിങ് 6-7 മാർക്ക് മറ്റുമായിരുന്നു കട്ട് ഓഫ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെക്കാട്ടും 10 മടങ്ങ് കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെയുണ്ട്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എല്ലാ ആളുകളും PSCക്ക് വേണ്ടിയിട്ട്, ടെക്നിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണെങ്കിലും കുറെ കാലങ്ങളായിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷം എടുക്കുവാണെങ്കിൽ നമുക്ക് കുറെ പരീക്ഷകൾ ഉണ്ടായിരുന്നുള്ളൂ. ജില്ലാ തലത്തിൽ നമുക്ക് ട്രേഡ്സ്മാന്റെ പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റുകളിൽ, ചില പോസ്റ്റുകളിലൊക്കെ നമുക്ക് പരീക്ഷകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഡിപ്ലോമ ലെവലിൽ നമുക്ക് ഇതുണ്ടായിരുന്നു, ഡെമോൺസ്ട്രേറ്ററിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പരീക്ഷകൾ ഉണ്ടായിരുന്നു. MTech ഉള്ള ആളുകൾക്ക് വരെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇനിയും പരീക്ഷകൾ എഴുതാനുള്ളത്. അപ്പൊ അവരോടൊക്കെ മത്സരിക്കണം നമുക്ക്. അപ്പൊ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ നമ്മളുടെ പരീക്ഷകൾക്ക്, നമ്മളുടെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് സെന്ററിന്റെയോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യണം, ഓരോ ടോപ്പിക്കുകൾ അവർ MCQ തരിക, ഇന്ന ഓരോ ദിവസങ്ങൾ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു പോകുന്ന, അതൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ധാരാളം കോച്ചിങ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഓരോരുത്തരും ഇങ്ങനെ കോച്ചിങ് സെന്ററുകളും റിസോഴ്സുകളും ഒക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കും എക്സാമിനേഷന് നല്ല രീതിയിൽ എക്സൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനും ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യാനായിട്ട് വേണം. ഇപ്പൊ പരീക്ഷകൾക്ക് ലിമിറ്റഡ് ടൈമാണ്. പണ്ടൊക്കെയാണ്, ഇപ്പൊ ഞാൻ ആദ്യത്തെ പരീക്ഷകൾ കണ്ടില്ലേ, 17 വിളിച്ചിട്ട് 18 പരീക്ഷ നടത്തിയിട്ട് 21 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ തൊട്ട് ആണെങ്കിലും പരീക്ഷകളൊക്കെ ഇപ്പൊ നേരത്തെ തന്നെ PSC അനൗൺസ് ചെയ്യാണ്, ഇന്ന സമയത്ത് നടക്കും. ആ ഒരു ഷെഡ്യൂള് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് PSC അധികവും പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ വളരെ കുറച്ച് സമയമുള്ളൂ. പണ്ടൊക്കെ ഒരു പരീക്ഷ പബ്ലിക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് 1 വർഷം, 1.5 വർഷം, 2 വർഷത്തിന്റെ ഉള്ളിലൊക്കെ പരീക്ഷ നടക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു 6 മാസം 7 മാസം ഒക്കെ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഈ ടൈമിന്റെ ഉള്ളിൽ വേണം നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പൊ അതിന് നല്ല രീതിയിലൊരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമ്മൾ നീഡ് ടു ബി ഓൺ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്. അതായത് നമ്മൾ ഇങ്ങനെ കോച്ചിങ് സെന്ററിലൊക്കെ എടുത്ത് പഠിച്ചു, നമ്മൾ എവിടെയെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ, ഞാൻ ഇന്ന ഒരു പോസ്റ്റിൽ ഉള്ള റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തപ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലുപരി നമ്മൾ ആ ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിൽ വന്നാലേ ഉള്ളൂ നമുക്കതൊരു ജോലിയായിട്ട് മാറുള്ളൂ. അഡ്വൈസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നമുക്ക് ജോലി കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പം നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റാങ്ക് നമ്മളുടെ ജോലിയിലേക്ക് പോകുള്ളൂ. അപ്പൊ അതിന് നമ്മളുടെ ഒരു നല്ല മാർക്ക് വേണം, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാർക്ക് വേണം.
ഓക്കെ, ഇപ്പൊ ഒരു 50 കട്ട് ഓഫ് ഉള്ളതിന് നമുക്കൊരു 65 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ജോലി കിട്ടും. ഈ ഒരു കട്ട് ഓഫിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷെ ഇത്രയും ഒരു ഹൈ മാർക്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മള് ഒരു എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിൽ വേണം നമുക്ക് വരാനായിട്ട്. ആവറേജ് ആയിട്ടൊന്നും കാര്യമില്ല. കട്ട് ഓഫ് മാർക്ക് നമ്മൾ കടന്നു എന്ന് പറയുന്നതിനകത്തൊന്നും നമുക്ക് ജോലിയിലേക്ക് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നെഗറ്റീവ് ഒന്നും വരാതെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഈ 50, 51, 52 റേഞ്ചിലുള്ള ആളുകൾക്ക് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ നെഗറ്റീവ് ഒന്നും പരീക്ഷയ്ക്ക് വരുത്താതെ നമുക്ക് ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ പരീക്ഷ എഴുതാനായിട്ട്. കോൺഫിഡൻസോട് കൂടി എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ MCQs പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സോ യു ഹാവ് ടു പ്രാക്ടീസ് വെരി വെൽ ഫോർ ദ എക്സാം. MCQs തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ PSCയുടെ പാറ്റേൺ ഒക്കെ എല്ലാവർക്കും അറിയാം. പണ്ടത്തെ മാതിരി അത്ര ഈസി ഒന്നും അല്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് PSCക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട്, അതായത് നമ്മൾ പണ്ട് ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെയാണ്, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അറിയുന്ന ആൾക്ക് ആ ഒരു മാർക്ക് കിട്ടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അധികം ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതിൽ തന്നെ 3 4 സ്റ്റേറ്റ്മെന്റുകൾ മിനിമം 2 എന്തായാലും ഉണ്ടാകും. അപ്പൊ ആ 2 കൺസെപ്റ്റും അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അപ്പൊ അതിലൊരു 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 കാര്യങ്ങളും മാച്ച് ചെയ്ത് കറക്റ്റ് ആയാലേ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിലേക്കൊക്കെ നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ ആ ലെവലിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാകും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് വേണമെങ്കിൽ പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് വെറുതെ ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോവുകയും കൂടെ ചെയ്യണം. വെറുതെ നമ്മൾ പേപ്പറിൽ ഒരു ഡയറിയിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ എഴുതി വെച്ച് നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻസ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഇനി നമ്മളുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ 1 അതായത് സെപ്റ്റംബർ 1 വരുന്നു വിചാരിക്കുക. 1/9/2024 നമുക്ക് പരീക്ഷ വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാം. സെപ്റ്റംബർ ടു നവംബർ ആണ് PSC പറയണത്. ആ ഒരു ഈ ഒരു ഡ്യൂറേഷന്റെ ഉള്ളിൽ നമ്മളുടെ ഈ ഒരു പരീക്ഷ ഉണ്ടാവുന്ന പറഞ്ഞ്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വരുന്ന ഡേറ്റ് 1/9/24 പരീക്ഷ ഉണ്ടാവുന്നത്. ഇന്ന് 9/1/24 ജനുവരി 9 ഇനി നമുക്ക് ഓരോ മാസത്തിലും ജനുവരി തൊട്ട് ഈ സെപ്റ്റംബർ 1 വരെ, അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നമുക്ക് കിട്ടുള്ളൂ. അതിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയാൽ, ജനുവരിയിൽ ഇനി നാളെ മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് 22 ദിവസം ജനുവരിയിൽ കിട്ടും. ഈ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്, മാർച്ചിൽ 31 ദിവസം, ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ 31 ദിവസം, ഓഗസ്റ്റിൽ 31 ദിവസം. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 235 ദിവസം ഉണ്ട്. നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ധാരാളം ദിവസങ്ങൾ, 235 ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 235 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഈ 10 മോഡ്യൂൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ നമ്മള് ജനുവരി എന്ന് പറയുന്ന മാസത്തിൽ നമുക്ക് 22 ദിവസം ഉണ്ടല്ലോ. ആ 22 ദിവസത്തിൽ നമ്മൾ 1ാമത്തെ മോഡ്യൂളും 2ാമത്തെ മോഡ്യൂളും നമ്മൾ പഠിച്ചു. കൺസെപ്റ്റുകളൊക്കെ നമ്മൾ തറാക്കി നമ്മൾ പഠിച്ചു. ഓരോ ഇത് എടുക്കുമ്പോൾ ഇപ്പൊ ആക്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ പാസീവ് ഡിവൈസസ്, അതാണ് ആദ്യത്തെ മൊഡ്യൂള്. പാസീവില് റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. റെസിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന എത്രത്തോളം MCQ നിങ്ങൾക്ക് ചെയ്യാവോ അത്രത്തോളം MCQ നിങ്ങൾ ചെയ്തു. ഇതിപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കോച്ചിങ് ഉണ്ടെങ്കിൽ കോച്ചിങ് സെന്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് MCQ കിട്ടും. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് റെസിസ്റ്ററിന് അടിച്ചിട്ട് MCQ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സൈറ്റുകൾ വരും. അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു 2 3 4 സൈറ്റുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഈ 1ഉം 2ഉം മോഡ്യൂളുകളിലുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് അത് പഠിച്ച് അതിന്റെ MCQs നിങ്ങൾ കിട്ടാവുന്നിടത്തോളം ചെയ്യുക. അത് ഈ ജനുവരി മാസത്തിൽ തീർക്കുക.
അതുപോലെ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് 3, 4, 5 ഈ 1ഉം 2ഉം പഠിക്കുമ്പോൾ നമ്മൾ 25 മാർക്ക് നമ്മൾ കവർ ചെയ്യും കേട്ടോ. 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നുണ്ടാകും. പിന്നെ 3, 4, 5ഉം പഠിക്കുക. 3, 4, 5ഉം ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമാണ് ഉള്ളത്. 29 ദിവസം കൊണ്ട് 3, 4, 5 മൊഡ്യൂൾ പഠിക്കുക. ഓക്കെ, ഇവിടെയും ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുക, ടോപ്പിക് വൈസ് ആയിട്ട് MCQ ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെയും നമുക്ക് 25 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മാർച്ച് മാസം വരുമ്പോഴത്തേക്കും മാർച്ച് മാസത്തിൽ നമുക്ക് 31 ദിവസമുണ്ട്. 31 ദിവസം കൊണ്ട് നമ്മൾ 6ഉം 7ഉം 8ഉം മോഡ്യൂൾസ് പഠിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 27 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 27 മാർക്കിനുള്ള. ഓക്കെ, ഇനി ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ 9, 10 മോഡ്യൂൾ പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു 23 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 23 മാർക്കിന്റെ. ഓക്കെ, ഇവിടെ ഏപ്രിലാണെങ്കിൽ നമുക്ക് 30 ദിവസം. അപ്പൊ ഇത്രയും എടുക്കുമ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഒരു ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ടോപ്പിക്കുകളെല്ലാം അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന MCQs നമുക്ക് കിട്ടാവുന്നിടത്തോളം കളക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര 22 ദിവസം കൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ മോഡ്യൂളിൽ ഓരോ ടോപ്പിക്കിനും എത്ര ദിവസം കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിസൈഡ് ചെയ്യാം. കാരണം ഒരാൾക്ക് ഒരു ടോപ്പിക് എളുപ്പമാണെങ്കിൽ മറ്റേ ആൾക്ക് വേറെ ടോപ്പിക് ആയിരിക്കും എളുപ്പം. അപ്പൊ നിങ്ങൾക്ക് എത്ര ദിവസം അതിന് വേണം അത് നിങ്ങൾ തന്നെ ഡയറിയിൽ നിങ്ങൾ എഴുതിയിട്ടിട്ട് ആ ഒരു ഷെഡ്യൂളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഏപ്രിൽ മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുള്ള് സിലബസും നമ്മൾ ഒരു പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടാകും. ഇനി അടുത്തത് നമ്മൾ മെയ്യില് ആദ്യത്തെ 5 മോഡ്യൂളിന്റെ റിവിഷൻ ചെയ്യാം. ഓക്കെ, ജൂണിലാണെങ്കിൽ അടുത്ത 5 മോഡ്യൂളിന്റെ റിവിഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു സെറ്റ് ഈ 2 മാസം കൊണ്ട് നമ്മൾ ഒരു സെറ്റ് റിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഈ പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കണം. ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാകും. ഇനി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കുക. ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക. നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ ഈ 2 മാസം കൊണ്ട് ഫസ്റ്റ് ഫേസ് റിവിഷൻ ചെയ്തു. ഇനി അടുത്ത 2 മാസം ജൂലൈ, ഓഗസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ സെയിം പോലെ തന്നെ നമ്മൾ രണ്ടാമതൊരു പ്രാവശ്യം, അപ്പൊ നമുക്ക് ഫുള്ള് പഠിക്കാൻ സമയം കിട്ടി, ഫസ്റ്റ് ഫേസ് റിവിഷന് സമയം കിട്ടി, രണ്ടാമത്തെ ഫേസ് റിവിഷന് സമയം കിട്ടി. അപ്പൊ ഓഗസ്റ്റ് കഴിയും. ഇനി സെപ്റ്റംബർ 1 നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന ആ ഒരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷ PSC ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ബോണസ് ആണ്. അവിടെ നമ്മൾ കുറെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പിന്നെ പാടുള്ള പോർഷൻസ് ഒന്നും കൂടി എടുത്ത് പഠിക്കുക, MCQs ഒക്കെ ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ നല്ലൊരു കോൺഫിഡൻസോട് കൂടി നമുക്കിരുന്ന് ചെയ്യാനായിട്ട് പറ്റും. പരീക്ഷയ്ക്ക് ടെൻഷൻ ഇല്ലാതെ നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും സമയം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും ഈ സിലബസിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളിൽ നിന്നൊക്കെയുള്ള വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി വരാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരാനായിട്ട് പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ജോലി ഷുവറായിട്ടും നമുക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഉഴപ്പരുത്, ഓരോ ദിവസവും കൗണ്ട് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക, ബ്രേക്ക് ചെയ്യരുത്. നമുക്ക് അതിന്റെ ഇടയിൽ പല കാര്യങ്ങൾ വരും. നമ്മളുടെ വീട്ടിലെ ഫംഗ്ഷൻ, പിന്നെ ബന്ധുക്കളുടെ വീട്ടിലെ കല്യാണങ്ങള് കാര്യങ്ങള്, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള കറക്കം എല്ലാം വരും. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ പോവണ്ടെന്നല്ല, പക്ഷെ നമ്മൾ ഒരു ദിവസത്തേക്ക് എന്ത് ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ അത് നമ്മൾ കിടക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അങ്ങനെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ, ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ജോലി കിട്ടും, ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഒരു ആദ്യത്തെ ഒരു ആഴ്ചയിലൊക്കെ അങ്ങനെ വരാൻ മാത്രമേ നമുക്ക് കഷ്ടപ്പാടുണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്കത് നമ്മളുടെ ഒരു റുട്ടീനിന്റെ ഭാഗമായിട്ട് തന്നെ മാറിക്കോളും. അപ്പൊ ആ പഠിത്തം നമുക്കൊരു ബേർഡൻ ആയിട്ടൊന്നും നമുക്ക് വരില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഇനി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും പ്രയോറിറ്റി അനുസരിച്ചിട്ട് സബ്ജക്ട് പഠിക്കുക, ടൈം കൊടുത്ത് പഠിക്കുക, ഉണ്ടത് ടൈം കൊടുത്ത് പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അങ്ങനെ പഠിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കുക. നമ്മൾ കോച്ചിങ് എടുക്കുന്നുണ്ട്, കോച്ചിങ് സെന്ററിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ ഒക്കെ കിട്ടും. പക്ഷെ അത് മാത്രമല്ല, നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ നോട്ട് ഉണ്ടാക്കി നമ്മൾ അത് ഒരു പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടാത്തതും നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷോർട്ട് നോട്ട് ആക്കി വെക്കുക. കാരണം അത് നമുക്ക് പിന്നീട് റെഫർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും.
ഇനി ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും, ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത് എടുത്തിട്ട് തന്നെ ചെയ്യാം. അതിനുശേഷം മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള MCQs ചെയ്ത് നോക്കുക. PSCയുടെ പോലെ തന്നെ നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഇപ്പൊ ഒരു 50 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു 50 നമ്മൾ അതിനൊരു ടൈം കൊടുക്കുക. 1 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ എഴുതി തീരുന്നുണ്ടോ, എന്നിട്ട് എത്ര നെഗറ്റീവ് വരുന്നുണ്ട്, അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ എഴുതി വെക്കുന്ന നോട്ടുകൾ നമ്മൾ റിവൈസ് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ധാരാളം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണിക്കുന്ന കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓഫീസ് അടൂരാണ്, നിങ്ങൾക്ക് ഓഫീസിൽ അവിടെ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. കോൾ ചെയ്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാഫ് സപ്പോർട്ട് തരുന്നതായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ സിലബസോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വെബിനാർ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.